നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഞാൻ ഇന്ന് ചാനലിൽ വന്നിരിക്കുന്നത് മിവി എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഡുവോപോഡ്സ് A350 എന്ന് പറയുന്ന ഒരു ട്രൂലി വയർലെസ് ഇയർബഡ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇന്നാണ് ലോഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ട്. ഈ പ്രോഡക്റ്റ് 999 രൂപ പ്രൈസ് പോയിന്റിലാണ് ഇന്ന് സെയിൽ നടക്കുന്നത്. നാളെ തൊട്ട് ഇതിൻ്റെ പ്രൈസ് 1499 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ധാരാളം ഫീച്ചേഴ്സ് നൽകുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ മിവിയുടെ ഡുവോപോഡ്സ് A350. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മിവി ഡുവോപോഡ്സ് A350 വന്ന പ്രോഡക്റ്റ് ബോക്സ്. അപ്പോൾ ഇതിലൊരു പ്രോഡക്റ്റ് ഇമേജ് നൽകിയിട്ടുണ്ട്. കറൻറ്റ്ലി നമ്മുടെ കയ്യിൽ ബ്ലാക്ക് കളർ യൂണിറ്റ് ആണുള്ളത്. ഇതുകൂടാതെ വേറെ 5 കളേഴ്സിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ താഴെ നൽകിയിട്ടുണ്ട്. ഡീപ്പ് ആൻഡ് പവർഫുൾ ബേസ് എന്ന് ആദ്യം എഴുതിയിരിക്കുന്നു. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നു. ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തതും മാനുഫാക്ചർ ചെയ്തതും എല്ലാം ഇന്ത്യയിലെ മിവിയുടെ പ്ലാന്റിൽ നിന്നാണ്. അതുകൂടാതെ 50 hours പ്ലേ ടൈം എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ 50 hours പ്ലേ ബാക്ക് എന്ന് പറയുന്നത് ഒരു മികച്ച ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇവിടെ HD സ്റ്റീരിയോ സൗണ്ട് ലോസ്ലെസ് ഓഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് കേസ് ആണെന്നുള്ള എഴുതിയിട്ടുണ്ട്. സീംലെസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടൈപ്പ് സി പോർട്ട് ആണ് ഇതിൽ ചാർജിങ്ങിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ പ്ലേ, പോസ്, ആൻസർ കോൾസ് എന്നിങ്ങനെയുള്ള ജസ്റ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ അസിസ്റ്റൻറ്റിനെ വെയ്ക്ക് ചെയ്യാനുള്ള ജസ്റ്റേഴ്സ് ഉണ്ട്. വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ജസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ. പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൂടാതെ 1 year മാനുഫാക്ചർ വാറണ്ടിയും ഈ ഒരു പ്രോഡക്റ്റിന് നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്. ആദ്യമായിട്ട് ഒരു വാറണ്ടി ഇൻഫർമേഷൻ അടങ്ങിയ ഒരു വാറണ്ടി കാർഡാണ്. മിവി ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു വെൽക്കം നോട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് പുറത്തെടുക്കാം. ഇതാണ് മിവിയുടെ ആ ഒരു ചാർജിങ് കേസ് വരുന്നത്. നല്ല മാറ്റ് ഫിനിഷിൽ വന്നേക്കുന്ന ഒരു ചാർജിങ് കേസാണ്. ഇത് കാണാനൊരു നല്ല പ്രീമിയം ഫീലൊക്കെ തോന്നിക്കുന്നുണ്ട്. താഴെ മിവി ബ്രാൻഡിങ് ഉണ്ട്. മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഹോള് കാണാം. താഴെയാണ് ടൈപ്പ് സി പോർട്ട് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇയർബഡ്സ് കാണാം. അപ്പോൾ ഇതും ഇതേ ഒരു മെറ്റാലിക് ഫിനിഷിലാണ് വന്നേക്കുന്നത്. ഈ ചെവിക്കുള്ളിലേക്ക് പോകുന്ന ഭാഗം ഗ്ലോസി ഫിനിഷും ബാക്കിയൊരു മെറ്റാലിക് മാറ്റ് ഫിനിഷുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ LED ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. കറൻറ്റ്ലി ഇത് പെയറിംഗ് മോഡിലാണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ടച്ച് കൺട്രോൾസ് വരുന്നത്. ഈ ഒരു പാർട്ടിൽ താഴെ നോക്കുകയാണെങ്കിൽ രണ്ടിലും ഓരോ മൈക്രോഫോൺ സ്വിച്ച് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ചാർജിങ് ടെർമിനൽസും കാണാം. അപ്പോൾ ഇതൊരു ഹാഫ് ഇൻ ഇയർ ടൈപ്പ് ഇയർബഡ്സ് ആണ്. സിലിക്കോൺ ടിപ്സ് ഒന്നുമില്ല. അങ്ങനെ പ്രസ് ചെയ്ത് തിരികെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനത്തെ ഹെഡ്ഫോണുകൾ വെയർ ചെയ്ത് നടക്കാനായിട്ട്. അപ്പോൾ ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്നും കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാം. ഇത് കൂടാതെ പിന്നെ ബോക്സിൽ വന്നേക്കുന്നത് ഒരു മിവി ബ്രാൻഡിങ്ങോട് കൂടിയ ഒരു ഷോർട്ടായിട്ടുള്ള ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ബ്ലൂടൂത്ത് 5.1 ആണ് വരുന്നത്. 45 ഗ്രാം മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് വരുന്നത്. IPX4 റേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതായത് ലൈറ്റ് വാട്ടർ സ്പ്ലാഷസ് ഒക്കെ ഇത് റെസിസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ 13 mm ഇലക്ട്രോ ഡൈനാമിക് ബേസ് ഡ്രൈവറാണ് കമ്പനി നൽകിയിരിക്കുന്നത്. 500 mAh ബാറ്ററിയാണ് ഈ ചാർജിങ് കേസിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ താഴെ മതി ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫുള്ളി ചാർജ് ചെയ്യാനായിട്ട്. ഈ ഒരു ചാർജിങ് കേസ് ഉപയോഗിച്ച് നമ്മുടെ ഇയർബഡ്സ് 5 പ്രാവശ്യം വരെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. 10 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയർബഡ്സിൽ 10 മണിക്കൂർ ബാറ്ററി ലൈഫ് ലഭിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 8.5 മണിക്കൂറാണ് നമ്മുടെ ഈ ഓരോ ഇയർബഡിൻ്റെയും ബാക്കപ്പ് മിവി അവകാശപ്പെടുന്നത്. അത് ഐഡിയൽ കണ്ടീഷൻസിലുള്ള ടെസ്റ്റിങ്ങിലാണ്. അപ്പോൾ റിയൽ ലൈഫ് യൂസേജിൽ ഒരു 6-7 മണിക്കൂറൊക്കെ വരെ നിങ്ങൾക്ക് ചാർജ് ബാക്കപ്പ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ 1 year വാറണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് മിവി നൽകുന്നത്. അപ്പോൾ 1 year മാനുഫാക്ചർ വാറണ്ടിയാണ്. എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്ട്സ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് മിവി പരിഹരിക്കുന്നത്. നമ്മുടെ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾക്കൊന്നും കമ്പനി വാറണ്ടി ആപ്ലിക്കബിൾ അല്ല. ഈ പ്രോഡക്റ്റ് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോഴും നമ്മുടെ LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ബ്ലൂടൂത്ത് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് പെയർ ചെയ്യാം. ഓക്കെ, മിവി ഡുവോപോഡ്സ് എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനത് പെയർ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയാൻ ഇത് നല്ല ഫേം ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്കൊന്നും ഇതങ്ങനെ ചാടിപ്പോകുന്ന ടൈപ്പ് ഡിസൈനാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ മിവി ഡുവോപോഡ്സ് A350 വെച്ച് ഞാനൊരു 3-4 പാട്ട് ഇപ്പോൾ കേട്ട് നോക്കി. അപ്പോൾ എൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ഞാൻ പറയാം. ഇത് കുറേ കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ബേസ് ബൂസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ബേസാണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ഞാനിതിൽ ഈക്വലൈസറോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഫ്ലാറ്റ് പ്രൊഫൈലിലാണ് പാട്ട് കേട്ട് നോക്കിയത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് നമുക്ക് എടുത്ത് പറയാം. കാരണം നല്ല ക്രിസ്പായിട്ടുള്ള ഓഡിയോ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടച്ച് കൺട്രോൾസിനെ പറ്റി പറയുകയാണെങ്കിൽ സിംഗിൾ ടാപ്പിൽ പ്ലേ പോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡബിൾ ടാപ്പ് ചെയ്യുമ്പം നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പം പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. പിന്നെ അതുകൂടാതെ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ലോങ് പ്രസ് ചെയ്യുമ്പം വോളിയം അപ്പും ലെഫ്റ്റ് സൈഡിൽ ലോങ് പ്രസ് ചെയ്യുമ്പം വോളിയം ഡൗണും ആണ്. ചിലർക്കൊക്കെ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്ത് വോളിയം കൺട്രോൾ ചെയ്യുന്ന മടിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. പലപ്പോഴും നമ്മൾ ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസ് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് പറയാറുള്ളതാണ് വോളിയം കൺട്രോൾ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. അതെന്തായാലും ഇതിൽ നൽകിയിട്ടുണ്ട്. അതൊരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് അസിസ്റ്റൻറ്റ് വേക്ക് ആകുന്നത്. ഞാനിപ്പോൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് നോക്കി. എൻ്റെ ഫോണിൽ ബൈ ഡിഫോൾട്ട് ബിക്സ്ബി ആണ് കിടക്കുന്നത്. ഗാലക്സി S22 ആണ് ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റി എനിക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആക്കണമെന്നുണ്ട്. ഞാൻ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് ഫോണിൽ നോർമലി യൂസ് ചെയ്യാറ്. അപ്പോൾ ബട്ടൺ പ്രസ്സിൽ കിടക്കുന്നത് ഡിഫോൾട്ട് ബിക്സ്ബി ആയതുകൊണ്ടായിരിക്കാം ഡിഫോൾട്ടായിട്ട് അതാണ് വരുന്നത്. പിന്നെ നമുക്കിതിൽ സെറ്റിങ്സിൽ കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മറ്റ് ചില ഹെഡ്ഫോൺസിൽ കണ്ടുവരുന്ന പോലെ തന്നെ ഈക്വലൈസർ പ്രിസെറ്റ് സെറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് കണക്ട് ആൻഡ് ഓൺ ദ ഗോ യൂസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി ഒരു കോൾ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന ഓഡിയോ നമ്മുടെ Duopods A350 റെക്കോർഡാകുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു കോൾ ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിച്ചു കാണും. ഇപ്പോൾ കറൻറ്റ്ലി നമ്മളൊരു ഇൻഡോർ കണ്ടീഷനിൽ ഇരുന്നാണ്, സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇരുന്നാണ് കോൾ ചെയ്യുന്നത്. ഇതിൽ ഡ്യുവൽ മൈക്രോഫോൺ സെറ്റപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു മിവി Duopods A350യുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്തിട്ടേക്കുക. അപ്പോൾ മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.